അസ്സലാമു അലൈക്കും. നാം ചെയ്തുകൂട്ടിയ പാപക്കറകൾ കഴുകിക്കളയാൻ നമ്മുടെ സ്രഷ്ടാവ് വർഷത്തിലൊരിക്കൽ നൽകുന്ന സുവർണാവസരമാണ് പുണ്യ റമളാൻ. അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ അനേകം തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. എന്നാൽ കരുണാനിധിയായ റബ്ബ് ഒരൊറ്റ രാത്രിയുടെ ഇബാദത്തുകൊണ്ട് അതെല്ലാം പുറത്തുതരാൻ തയ്യാറായിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖദ്റിൽ പരാമർശിച്ച ലൈലത്തുൽ ഖദ്ർ 1000 മാസങ്ങളേക്കാൾ പുണ്യവും പവിത്രവുമാണല്ലോ ആ രാത്രി. റമളാനിലെ അവസാന 10 ഒറ്റപ്പെട്ട രാവുകളിലാണ് നാം അതിനെ പ്രതീക്ഷിക്കേണ്ടത്. മാസപ്പിറവിയിലെ വ്യതിയാനങ്ങൾ പരിഗണിച്ച് അവസാന 10 ഓരോ നിമിഷവും പാപമോചനത്തിനായി നാം പ്രയത്നിക്കേണ്ടതുണ്ട്. പുണ്യനബി നമുക്ക് പഠിപ്പിച്ചുതന്ന ആ മനോഹരമായ പ്രാർത്ഥന നാം മുറുകെ പിടിക്കുക. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, നീ മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുന്നവനാണ്, അതിനാൽ എനിക്ക് നീ മാപ്പ് നൽകേണമേ. ഇനിയുള്ള രാവുകൾ ഉറങ്ങിത്തീർക്കാനുള്ളതല്ല, മറിച്ച് ഉണർന്നിരുന്ന് അല്ലാഹുവിനോട് തേടാനുള്ളതാണ്. മുത്ത് നബിക്ക് ആ രാത്രി ഏതാണെന്ന് അല്ലാഹു അറിയിച്ചു കൊടുത്തിരുന്നു. എന്നാൽ അത് സ്വഹാബികൾക്ക് പറഞ്ഞുകൊടുക്കാൻ പള്ളിയിലേക്ക് എത്തിയ സമയം അവിടെ 2 വ്യക്തികൾ തമ്മിൽ തർക്കിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അല്ലാഹു ആ അറിവ് നബിയിൽ നിന്നും ഉയർത്തിക്കളഞ്ഞു. ഒരുപക്ഷേ പ്രയാസപ്പെടാതെ ആ രാത്രി കണ്ടെത്തുന്നതുകൊണ്ടാകാം അല്ലാഹു അങ്ങനെ ചെയ്തത്. എങ്കിലും ബാക്കിയുള്ള 10 ദിവസങ്ങൾ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൂടെ? നമ്മുടെ ജീവിതത്തിൽ ആരും അറിയാത്ത, ആരോടും പങ്കുവയ്ക്കാൻ കഴിയാത്ത എത്രയോ രഹസ്യ പാപങ്ങൾ ഉണ്ടാകാം. അവയെല്ലാം പടച്ചതമ്പുരാന്റെ മുൻപിൽ തുറന്നു പറയാൻ അവൻ തന്നെ ഒരുക്കിയ അവസരമാണിത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം നൈമിഷികം മാത്രമാണ്. എന്തിനെന്നറിയാതെ ദുനിയാവിന് പിന്നാലെ നാം ഓടുകയാണ്. മരണം സുനിശ്ചിതമാണെന്നും ഖബറിൽ ഏകനായി കിടക്കേണ്ടവനാണെന്നും നാം മറക്കരുത്. വിശ്വാസികളെ, വരൂ നമുക്ക് റബ്ബിലേക്ക് മടങ്ങാം. ഖദ്ർ എന്നാൽ വിധി എന്നാണർത്ഥം. നമ്മുടെ വിധി മാറ്റിയെഴുതപ്പെടുന്ന രാവാണിത്. നോമ്പ് നോറ്റ ക്ഷീണം നിങ്ങളെ തളർത്തുന്നുണ്ടാകാം, എങ്കിലും ആ ആലസ്യം വെടിഞ്ഞ് പ്രാർത്ഥനയിൽ മുഴുകുക. 1000 മാസങ്ങൾ എന്നത് ഏതാണ്ട് 80ലധികം വർഷങ്ങളാണ്, അതായത് ഒരു മനുഷ്യന്റെ ശരാശരി ആയുഷ്കാലം. ജീവിതകാലം മുഴുവൻ ചെയ്ത പാപങ്ങൾ കഴുകിക്കളഞ്ഞ് ഒരു പുതിയ മനുഷ്യനാകാനുള്ള ഈ അവസരം ബുദ്ധിയുള്ള ആരെങ്കിലും നഷ്ടപ്പെടുത്തുമോ? ഈ രാത്രിയിൽ നിങ്ങൾ ഖുർആൻ ഓതിയാൽ, ദാനധർമ്മങ്ങൾ ചെയ്താൽ, ദിക്റുകൾ ചൊല്ലിയാൽ അതിനെല്ലാം 1000 മാസത്തെ പ്രതിഫലമാണ് ലഭിക്കുക. ദുനിയാവിലെ കാര്യങ്ങൾ മാത്രമല്ല, പരലോക വിജയവും നാം ചോദിക്കണം. എന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നില്ലല്ലോ എന്ന് ചിലരെങ്കിലും പരിതപിക്കാറുണ്ട്. എന്നാൽ അല്ലാഹു 3 വിധത്തിലാണ് പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നത്. ഉടൻ തന്നെ ഉത്തരം നൽകുന്നു. ചോദിച്ചതിനേക്കാൾ ഉത്തമമായ മറ്റൊന്ന് നൽകുന്നു. അല്ലെങ്കിൽ പരലോകത്ത് വലിയൊരു നിധി പോലെ കരുതിവെക്കുന്നു. നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ച പ്രയാസങ്ങളുടെ 100-1 പോലും നാം അനുഭവിക്കുന്നില്ല. പ്രാർത്ഥനയോടൊപ്പം നന്മകൾ പ്രവർത്തിക്കാനും നാം ശ്രദ്ധിക്കണം.